ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്ന് 517 ഇന്ത്യക്കാർ മടങ്ങിയെത്തി. ഇന്നലെ രാത്രി മഷാദിൽ നിന്ന് മടങ്ങിയെത്തിയ മഹാൻ എയർ വിമാനത്തിൽ 290 ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത്. പുലർച്ചെ 3 മണിക്ക് തുർക്ക്മെനിസ്ഥാനിൽ നിന്ന് മടങ്ങിയെത്തിയ വിമാനത്തിൽ 117 ഇന്ത്യക്കാർ ഉണ്ടായിരുന്നു. അർജുൻ പീതാംബരൻ കൂടുതൽ വിശദാംശങ്ങളുമായി ഒപ്പം ചേരുന്നു. അർജുൻ, ഗുഡ് മോർണിംഗ്. ഇനിയും ഏറെ ഇന്ത്യക്കാരെ എത്തിക്കാനുണ്ടോ? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇറാനിൽ നിന്നുള്ളവരെയും ഒക്കെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ലേ? ഇനിയും ഇന്ത്യക്കാരെ എത്തിക്കാൻ ബാക്കിയുണ്ട്. ഇന്ന് അതിന്റെ ഭാഗമായി 2 വിമാനങ്ങൾ കൂടി മഷാദിൽ നിന്ന് എത്തുമെന്നുള്ള കാര്യമാണ് ഇന്ത്യയിലുള്ള ഇറാൻ എംബസി അറിയിച്ചിരിക്കുന്നത്. ആകെ 4000-ലധികം ഇന്ത്യക്കാരാണ് ഇറാനിലുള്ളത്. അതിൽ പകുതിയിലധികം, അതായത് 2000-ലധികവും വരുന്നത് വിദ്യാർത്ഥികളാണ്. ബാക്കിയുള്ളവർ തീർത്ഥാടകരും അതുപോലെ മറ്റു ജോലികൾക്കായിട്ടെല്ലാം തന്നെ അവിടെ എത്തിയിട്ടുള്ള ആളുകളുമാണ്. ഇവരെല്ലാവരും ഈ മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്നവരെ എന്നല്ല, മറിച്ച് ഇറാനിലുള്ള എല്ലാ ഇന്ത്യക്കാരെയും ഒഴിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ആദ്യ 3 വിമാനങ്ങൾ ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആദ്യത്തെ വിമാനത്തിൽ 110 യാത്രക്കാരായിരുന്നു, രണ്ടാമത്തേതിൽ 290 യാത്രക്കാർ, മൂന്നാമത്തെ വിമാനത്തിൽ 117 യാത്രക്കാർ. ഇതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും വിമാനമാണ് ഒന്ന് ഇന്നലെ രാത്രി 11:30 മറ്റേത് ഇന്ന് പുലർച്ചെ 3 മണിയോടും കൂടി ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാന്റെ വ്യോമപാത ഇന്ത്യക്ക് വേണ്ടി തുറന്നു നൽകി എന്നുള്ള കാര്യമാണ്. ഇന്നലെ ഈ 290 യാത്രക്കാരെയും വഹിച്ചുകൊണ്ടുള്ള ഇറാന്റെ ഔദ്യോഗിക യാത്രാ വിമാനം മഹാൻ എയർ അതാണ് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചത്. അതിന് ഈ മഷാദ് ഉൾപ്പെടെയുള്ള മഷാദ് അഫ്ഗാനിസ്ഥാൻ തുർക്ക്മെനിസ്ഥാൻ ബോർഡറാണ് ഇറാന്റെ. അവിടെ നിന്നും ഈ വിമാനം ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു. ഇതേ രീതിയിൽ തന്നെ മഷാദിൽ നിന്ന് തന്നെയായിരിക്കും. ഏതായാലും നല്ല ഇടപെടൽ നടത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു സഹകരണത്തോടെ ഇന്ത്യക്കാരെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നത് വലിയ ആശ്വാസകരമാണ്. അവരുടെ കുടുംബങ്ങൾക്കുണ്ടാകുന്ന ആശ്വാസം കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. ഇനിയും ആൾക്കാർ എത്താനുണ്ട്. അധികം പേരും വിദ്യാർത്ഥികളാണ് ഇറാനുള്ളത്. മെഡിക്കൽ വിദ്യാർത്ഥികളാണ് അധികം പേരും ഉള്ളത്.